ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സംസ്ഥാനത്ത് ഭൂജിഹാദും ലവ് ജിഹാദും പ്രചരിപ്പിക്കുകയാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജാർഖണ്ഡിൽ ബി.ജെ.പി. അധികാരത്തിലെത്തിയാൽ ജനസംഖ്യയും സംവരണവും ഉറപ്പാക്കാൻ ധവളപത്രം കൊണ്ടുവരുമെന്നും അമിത്ഷാ പറഞ്ഞു. ഹേമന്ത് സോറൻ ലവ് ജിഹാദ് പ്രചരിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ജനസംഖ്യയിൽ മാറ്റങ്ങൾക്ക് കാരണമായെന്നും അമിത്ഷാ പറഞ്ഞു. ജാർഖണ്ഡിൽ നടന്ന ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അമിത്ഷായുടെ പരാമർശം. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയായിട്ടും ഹേമന്ത് സോറൻ തൻ്റെ ജനങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നും പകരം ആദിവാസികൾ കൂടുതലുള്ള സംസ്ഥാനത്ത് ഭൂജിഹാദും ലവ് ജിഹാദും പ്രചരിപ്പിക്കുകയാണ് എന്നും അമിത്ഷാ പറഞ്ഞു. ഇത് ജനസംഖ്യാപരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ ആദിവാസി സ്ത്രീകളെ വിവാഹം കഴിക്കുകയും സർട്ടിഫിക്കറ്റുകൾ നേടുകയും ജാർഖണ്ഡിൽ ഭൂമി വാങ്ങുകയും ചെയ്യുന്നു. ഇത് ഭാവിയിൽ ആദിവാസികളുടെ ജനസംഖ്യ കുറയുന്നതിലേക്ക് നയിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു. രാജ്യത്ത് എവിടെയെങ്കിലും ആദിവാസികളുടെ ജനസംഖ്യ കുറയുന്നുണ്ടെങ്കിൽ അത് ജാർഖണ്ഡിൽ മാത്രമാണ് എന്നും അമിത്ഷാ അവകാശപ്പെട്ടു. ജാർഖണ്ഡിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ബി.ജെ.പിയെ അധികാരത്തിലെത്തിച്ചാൽ അവരുടെ ഭൂമിയും ജനസംഖ്യയും സംവരണവും ഉറപ്പാക്കാൻ ധവളപത്രം കൊണ്ടുവരും. അനധികൃത കുടിയേറ്റക്കാർ സംസ്ഥാനത്തേക്ക് കടക്കുന്നത് യുവാക്കളുടെ തൊഴിലവസരങ്ങളെ നേരിട്ട് ബാധിക്കുന്നുണ്ട് എന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ജാർഖണ്ഡിലെ എല്ലാ പ്രശ്നങ്ങൾക്ക് നേരെയും ഹേമന്ത് സോറൻ കണ്ണടച്ചിരിക്കുകയാണ് എന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ഹേമന്ത് സോറന് വോട്ട് ബാങ്കിൽ മാത്രമാണ് ആശങ്ക. ആദിവാസികളുടെ പുരോഗതി എന്നതാണ് ബി.ജെ.പിയുടെ ആശയമെന്നും അമിത്ഷാ പറഞ്ഞു. ആദിവാസികളുടെ ക്ഷേമത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത് ബി.ജെ.പി. സർക്കാരാണ് എന്നാണ് അമിത്ഷാ യോഗത്തിൽ അവകാശപ്പെട്ടത്. കേന്ദ്ര മന്ത്രിസഭയിൽ പോലും ഏറ്റവും കൂടുതൽ പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള മന്ത്രിമാരാണ് ഉള്ളത് എന്നും ജാർഖണ്ഡിലെ ജനങ്ങൾ അഴിമതിക്കാരനായ ഹേമന്ത് സോറനെ പിഴുതെറിയുമെന്നും മോദിയെ പിന്തുണയ്ക്കുമെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു.